അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്ന ഒരു ട്രെയിലറിൻ്റെ റിയാക്ഷനുമായിട്ടാണ്. ഓൾറെഡി ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇപ്പോൾ വന്നിരിക്കുന്ന ആ ഫേമസ് ട്രെയിലർ ഏതാണെന്നുള്ളത്. നമ്മളെല്ലാവരും കാത്തിരുന്ന തളപതി വിജയുടെ ലാസ്റ്റ് സിനിമ ജനനായകൻ. സോ ആ സിനിമയുടെ ട്രെയിലർ വന്നിരിക്കുകയാണ്. 6:45 തോന്നുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഒരു ട്രെയിലർ റിയാക്ഷനുമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് അത് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു റിയാക്ഷൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ചെറിയൊരു സങ്കടമുണ്ട്. കാരണം അത്രയും നമ്മൾക്ക് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു വിജയ് എന്ന് പറയുന്ന ഒരു ആക്ടർ. കാരണം പല ആളുകളെയും ഇപ്പം വിജയ് ഇഷ്ടപ്പെടുന്ന പല ആളുകളും ഈവൻ അവർ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇൻഡസ്ട്രി വന്ന ഒരാൾ, ഏകദേശം ഒരു 33-34 വർഷത്തോളമൊക്കെ ഇന്ത്യൻ സിനിമയിൽ അല്ലെങ്കിൽ തമിഴ് സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു സാന്നിധ്യം, കുറേ ഹിറ്റ് സിനിമകൾ, ഒരു കൂട്ടം ആളുകളെ സ്വാധീനിക്കാൻ കഴിവുള്ള അത്രയും ആളുകളുടെ മനസ്സിലേക്ക് ആഴമായിട്ട് പതിഞ്ഞു പോയ ഒരാളാണ് വിജയ്. ആളെന്തായാലും നമുക്ക് ആർക്കും തടുക്കാൻ പറ്റത്തില്ല, ഓരോരുത്തരുടെയും ചോയ്സാണ്. ആൾ സിനിമാ മേഖലയിൽ നിന്ന് മാറി ഇനി രാഷ്ട്രീയം അല്ലെങ്കിൽ തമിഴകത്തെ രാഷ്ട്രീയത്തിലേക്ക് മാറുകയാണെന്നുള്ളത് നമ്മളെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ പുള്ളിയുടെ കരിയറിലെ അവസാനത്തെ സിനിമയാണ് ജനനായകൻ. അപ്പോൾ അതിൻ്റെ ഒരു ട്രെയിലർ വന്നിരിക്കുകയാണ്. 9-ാം തീയതിയാണ് സിനിമയുടെ റിലീസ് വന്നിരിക്കുന്നത്. സോ അപ്പം ഞാൻ ഫസ്റ്റ് ഷോയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ അപ്പം സിനിമ ഇത് ഭഗവത് കേസരി എന്ന് പറഞ്ഞൊരു തെലുങ്ക് പടം 2023 ഇറങ്ങിയൊരു സിനിമയുടെ ഒരു തെലുങ്ക് പടത്തിൻ്റെ ഒരു റീമേക്ക് പോലെ ആയിരിക്കും എന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്കറിയത്തില്ല. ട്രെയിലർ കാണുമ്പോൾ ചിലപ്പോൾ മേ ബി നമുക്ക് മനസ്സിലാകുമോ എന്ന് നമുക്ക് കാണുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം, അറിയത്തില്ല. എന്തായാലും നമ്മുടെ ഈവൻ മമിത ബൈജു, നമ്മുടെ മലയാളത്തിലുള്ള മമിത ബൈജുവും ഈ സിനിമയ്ക്കകത്തുണ്ട്. സോ അപ്പം അത് നമുക്ക് പേഴ്സണലി നമുക്കൊരു അഭിമാനത്തിൻ്റെ ഒരു കാരണമാണ്. ഇത്രയും വർഷങ്ങൾ നിറഞ്ഞു നിന്ന ഒരു ആക്ടറിൻ്റെ ഒരു സിനിമ, ആളുടെ ലാസ്റ്റ് സിനിമ, ആ സിനിമയിലൊരു മലയാളിയായിട്ടുള്ള ഒരാൾ, അതൊക്കെ ഒരു ഈവൻ പുള്ളിക്കാരത്തിയുടെ ലൈഫിൽ തന്നെ അതൊരു ഒരു പ്രത്യേക ഒരു മൊമെൻ്റ് ആയിരിക്കാം. അപ്പോൾ എന്തായാലും എനിക്ക് പേഴ്സണലി ഇത് കാണുന്ന സമയത്ത് ചെറിയൊരു സങ്കടമാണ്. ഇനി പുള്ളി സിനിമയിലേക്ക് ഒത്തിരി സിനിമ ഞാൻ ഇനി ഇതിന് ശേഷം ഈ പറഞ്ഞ ലിയോ 2, മാസ്റ്റർ 2 ഇങ്ങനെയൊക്കെയുള്ള സിനിമകൾ കുറേയൊക്കെ ഇനി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ പുള്ളിയുടെ ഒരു സിനിമ വരുമ്പോൾ നമുക്ക് തിയേറ്ററിൽ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഇപ്പം ഇനിയിപ്പോൾ നമുക്കില്ല എന്ന് ഓർക്കുമ്പോൾ ചെറിയൊരു സങ്കടമുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും പുള്ളി ആക്റ്റീവ് ആയിരിക്കും, പബ്ലിക്കലി രാഷ്ട്രീയത്തിലൂടെ ആയിരിക്കുമെന്നേ ഉള്ളൂ പുള്ളി. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ട്രെയിലറിലേക്ക് വരാം. അപ്പോൾ അതിന് മുമ്പ് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ പല ആളുകളും അതുമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയാണ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങളൊന്ന് പരിഗണിക്കണേ. അതുപോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൊണ്ട് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിച്ചു കൊള്ളുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അധികം വലിച്ചു കിട്ടാൻ നമുക്ക് ഇപ്പം നമ്മുടെ ട്രെയിലറിനകത്തേക്ക് പോകാം. കണ്ടിട്ട് എന്താണ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ബാക്കി അന്നേരം ഡിസ്കസ് ചെയ്യാം. സോ അപ്പം യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ അതാണ് വന്ന് കിടക്കുന്നത്. ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ஒரு பேர் அனுப்பிச்சிருங்க, அவன் யார் என்னன்னு விசாரிச்சு சொல்ல. തലപതി വെട്രി കൊണ്ടാൻ TVK പുള്ളിയുടെ പാർട്ടിയുടെ പേര്, അതിൻ്റെ ഒരു ഷോർട്ട് ഫോം എന്ന് പറയുന്ന പോലെ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. എന്നാൽ പോലും അതിനുവേണ്ടി നമുക്ക് അതിനെ ഇൻസ്പയർ ചെയ്താന്ന് തോന്നുന്നു. ഓക്കെ, ഇന്നോ ലുക്ക് എൻ്റെ ദൈവമേ, പുള്ളി അവസാനത്തെ സിനിമയാണ്, അതനുസരിച്ചിട്ട് ചെയ്യുമെന്ന് തോന്നുന്നു കേട്ടോ. എന്നെ ലുക്കാണ് വിജയിക്കുന്ന സിനിമയ്ക്കകത്ത്, പൊന്നെ. അതേപോലെ തന്നെ ഓരോ സീൻസും കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്, ട്രെയിലറിനകത്ത് ഓരോ സീൻസും കാണിക്കുന്നത് എത്ര ഇമ്പാക്റ്റോടെയാണെന്നുള്ളത്. അപ്പം ബാക്കി നമുക്ക് കാണാം. തളപതി വിജയ് ആ പോർഷൻ കണ്ടപ്പോൾ എനിക്ക് പഴയ സച്ചിനകത്തെ വിജയെ ഓർമ്മ വന്നു. നല്ലൊരു ആ ഒരു സച്ചിൻ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം, ആ ഒരു ആ ഒരു സീനിൽ അതെനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. മമിത ഓഫ് കോഴ്സ്. சொன்னவன் யாரு யாரு? Come, let's play a game. இன்னிலிருந்து 30வது நாள் இந்தியா என் காலடியில் வந்த பழம். என்ன பிளான்? OM അഴിവ്. നരൻ, പ്രകാശ് രാജ് ഇവരൊക്കെ ഉണ്ട് കേട്ടോ ഈ സിനിമയ്ക്കകത്ത്.
അൺബിലീവബിൾ. എനിക്ക് നാളെല്ലാം വേണം. பாரு என் கை எப்படி நடுக்குதுன்னு. விஜயோட பயத்துக்கு பின்னாடி ஏதோ பெருசா ஒண்ணு இருக்கு. அது தெரிஞ்சா இந்த நாட்டுக்கு வரப்போற ப்ராப்ளத்தையே தடுக்கலாம். மக்களுக்கு நல்லது பண்ற இதுக்குள்ள வராது. உன்னை காப்பாத்திக்கிட்டு ஓடி போயிட. ஐயோக்கியங்களும் உண்டா நிற்கிறாங்க. அவங்க ஜெயிக்க கூடாது. உன்னால ஒன்றும் பண்ண முடியாது. விலகி போ. மக்கள் அவனை கொண்டாடிக்கிட்டு இருக்காங்க. இப்ப கொன்ன கடவுளாயிடுவான். அவனை உயிர் தெழ முடியாத சிலுவையில அறையணும். உன்னை காலி பண்ணிடுவேன், அசிங்கப்படுத்திடுவேன்னு சொல்ற எவனா இருந்தாலும் சரி, திரும்பி போற ஐடியாவே இல்லை. I am coming. மக்களுக்கு நல்லது பண்றதுக்கு அரசியலுக்கு வாங்கலடா. கொலை பண்றதுக்கு கூட அரசியலுக்கு வரீங்க. ജനുവരി 9 ആളുടെ രാഷ്ട്രീയം എന്താണെന്നുള്ളത് ചില ഡയലോഗ്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. മക്കൾക്ക് നല്ലത് ചെയ്യാൻ വേണ്ടി വരേണ്ടതിന് പകരം അവരെ കൊള്ളയടിക്കുക, അങ്ങനെയുള്ള കുറച്ച് പഞ്ചിങ് ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മമിതയ്ക്ക് ഇതിനകത്തൊരു അടിപൊളി റോളായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ആ തെലുങ്ക് പടത്തിൻ്റെ റീമേക്ക് പോലെ തന്നെയാണ് തോന്നുന്നത്. ഭഗവത് കേസരി എന്ന് പറയുന്ന ആ സിനിമയുടെ ഒരു റീമേക്ക് പോലെ തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അറിയത്തില്ല, എന്തായാലും നമുക്ക് പല പോർഷൻസിലും സിമിലാരിറ്റീസ് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കൊരു 90% ആ സിനിമയാണെന്ന് തന്നെയാണ് തോന്നുന്നത്. പിന്നെ ബാക്കി നമുക്ക് കണ്ടാലേ അറിയത്തുള്ളൂ, സിനിമ കണ്ടാലേ അറിയത്തുള്ളൂ. ഇനി അങ്ങനെ ആണെങ്കിൽ പോലും ബാലകൃഷ്ണ ചെയ്യുന്ന പോലെ അല്ല വിജയ് ചെയ്യുന്നത്. അതൊരു വേറൊരു വെറൈറ്റി ആയിരിക്കും. അതേപോലെ തന്നെ ലാസ്റ്റത്തെ സിനിമ, വിജയുടെ കരിയറിലെ തന്നെ ലാസ്റ്റ് സിനിമ, പുള്ളി അറിഞ്ഞത് ചെയ്യുമെന്നുള്ളതിന് ഒരു സംശയമില്ല. ഇപ്പം പുള്ളിയുടെ ഓഡിയൻസ് ഒത്തിരി ആളുകൾ പുള്ളി പോകുന്നതിന് സങ്കടമുണ്ട്. അപ്പം പുള്ളി അവർക്കൊരു പെർഫെക്റ്റ് ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി പോകാൻ പോണേ പുള്ളി സിനിമാ മേഖലയിൽ നിന്ന്. അപ്പോൾ എന്തായാലും പുള്ളി കംപ്ലീറ്റ്ലി സിനിമാ മേഖലയിൽ നിന്ന് മാറുന്നതിനും എനിക്കും ചെറിയൊരു സങ്കടമുണ്ട്. പക്ഷേ എന്നാൽ പോലും വല്ലപ്പോഴൊക്കെ ഒരു സിനിമ വന്ന് ചെയ്യാമായിരുന്നു. വർഷത്തിലൊന്നോ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ ഒരു സിനിമയൊക്കെ കാത്തിരുന്ന് തന്നെ കണ്ടതാണ്. എന്തായാലും ട്രെയിലർ ഒരു രക്ഷയില്ല, നല്ല പാക്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിലറാണ്. അതേപോലെ തന്നെ ഓരോ വിഷ്വൽസും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ അസാമാന്യ രീതിയിലാണ്. വിഷ്വൽസൊക്കെ ഒരു രക്ഷയില്ല, നല്ല ഗ്രാഫിക്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം എന്തായാലും നല്ലൊരു സിനിമ തന്നെ ആയിരിക്കും. മോസ്റ്റ് പ്രോബബ്ലി നല്ല സിനിമയായിരിക്കും. കാരണം ഒരാൾ അവസാനത്തെ സിനിമ ആണല്ലോ, അപ്പോൾ അതനുസരിച്ച് അവർ ചെയ്യും. 2, ഇതിനകത്തൊരു മോശം പേരുണ്ടാക്കിയിട്ട് എന്തായാലും റിട്ടയർ ചെയ്യാനായിട്ട് ആരും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ജനുവരി 9 നമുക്ക് കാത്തിരുന്ന് തന്നെ ആ സിനിമ കണ്ടതിന് ശേഷം ബാക്കി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എനിക്ക് പേഴ്സണലി ട്രെയിലർ ഇഷ്ടപ്പെട്ടു, അടിപൊളിയാണ്. പുള്ളിയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അത് വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്കത് നോക്കണ്ട. ബാക്കി ഈ പറഞ്ഞ പോലെ തന്നെ തെലുങ്ക് പടത്തിൻ്റെ റീമേക്ക് ആണെന്നും തോന്നുന്നുണ്ട്. അതും സാരമില്ല. അങ്ങനെയാണെങ്കിൽ പോലും അത് വിജയുടേതായിട്ടുള്ള ഒരു രീതിയിൽ ആ ഒരു സ്വാഗിലായിരിക്കും ചെയ്യുന്നതെന്ന് തോന്നുന്നു. നമുക്കറിയാമല്ലോ വിജയുടെ ഒരു രീതി. അപ്പോൾ എന്തായാലും ജനുവരി 9 തിയേറ്ററിൽ പോയി കണ്ടതിന് ശേഷം ബാക്കി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ട്രെയിലർ കണ്ടപ്പോൾ എന്താണ് തോന്നിയതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടാവും. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കണം. എങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും. ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെക്കുന്ന ആളുകൾക്ക്, അല്ലാത്ത പക്ഷം അത് കിട്ടത്തില്ല. സോ അതും കൂടെ എനേബിൾ ചെയ്ത് വെക്കുന്ന കാര്യം കൂടെ അത് പരിഗണിക്കണം. ഈ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടുവരാൻ വരെ ടേക്ക് കെയർ. Bye.